ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്, ഊർജ്ജത്തിൻ്റെ ഉറവകൾ. അപ്പോൾ ഇത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ നല്ല ഇമ്പോർട്ടൻ്റുമാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ. പക്ഷേ ഇനി വരുന്ന ഹയർ ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചാപ്റ്ററിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള അത് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ഇന്ധനങ്ങൾ. എന്താണ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ആദ്യം എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോർമലി ഫയർമാനൊക്കെ പോലുള്ള എക്സാമിന് ഇന്ധനങ്ങൾ എന്നുള്ളൊരു സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ധനങ്ങൾ, ഫ്യൂവൽസ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് പഠിച്ചു നോക്കണം. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇത് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് വിറക് അല്ലെങ്കിൽ മണ്ണെണ്ണ. ഇനി നമ്മൾ വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ട് എണ്ണ അടിക്കുന്ന എന്താണ് പെട്രോൾ, ഡീസൽ, ഇതൊക്കെ എന്താണ് ഇന്ധനങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഇന്ധനങ്ങൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഇന്ധനങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യാൻ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. ഇപ്പോൾ വിറക്, കൽക്കരി, ഇവയൊക്കെ എന്ത് ഇന്ധനങ്ങൾക്കുള്ള എക്സാമ്പിളാണ്? ഖര ഇന്ധനങ്ങളാണ്. ഓക്കെ, അതൊക്കെ സോളിഡ്സ് ആണ്. ഇനി നമുക്ക് പെട്രോളിയം എടുക്കുകയാണെങ്കിലും ഡീസൽ പെട്രോളിയത്തിൽ നിന്നാണ് കേട്ടോ. ഈ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ഒക്കെ എടുക്കുന്നത് ഇത് പെട്രോൾ അല്ല, പെട്രോളിയം ആണ്. പെട്രോളും പെട്രോളിയവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം പെട്രോളിയം എന്നുള്ള ധാതുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡീസലും അതേപോലെ പെട്രോളും മണ്ണെണ്ണയും ഇവയൊക്കെ എന്ത് ചെയ്യുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ, അതായത് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ എന്തിന് എക്സാമ്പിളാണ്? ദ്രാവക ഇന്ധനങ്ങൾക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഖര ഇന്ധനങ്ങൾ നമ്മൾ പറഞ്ഞു, വിറകും കൽക്കരിയുമാണ്. അതേപോലെ ദ്രാവക ഇന്ധനങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഇനി LPG, CNG, ഹൈഡ്രജൻ. നമുക്ക് LPG ഗ്യാസിലൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഇതൊക്കെ വാതക ഇന്ധനങ്ങൾക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ 3 ടൈപ്പ് ഇന്ധനങ്ങൾ നമ്മൾ പഠിച്ചത്. അതിൽ ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾക്ക് ഇതിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നുള്ള എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കാനുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. അതേ ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കും, അവരെ ഇത് മാത്രമേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ LPG ഒക്കെ വാതക ഇന്ധനങ്ങളിലാണ് പെടുന്നതെന്നുള്ള എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് നോക്കുക. LPGയും അതേപോലെ CNG ഒക്കെ. ഇനി അടുത്ത പോയിന്റ് കേട്ടോ. അടുത്തത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞതാണ്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളാം. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പേരാണിത്, ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ധനം ഏതൊക്കെയാണെന്നുള്ളത് കുറേ മിക്സ്ചേഴ്സ് ആണത്. അപ്പോൾ ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് നോർമൽ എന്ത് ചെയ്യുക, അത് അറിയപ്പെടുക. ഇനി ഈ ഇന്ധനം, ഊർജ്ജം, നമുക്കറിയാം ഇന്ധനം ഊർജ്ജം പുറത്തുവിടുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ധനങ്ങൾ പുറത്തുവിടുന്നത് ഊർജ്ജം? അത് ജ്വലനം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് അവിടെ പ്രയോഗിക്കുന്നത്, അവിടെ എന്ത് കാരണമാണ് പുറത്തേക്ക് വരുന്നത്? ജ്വലനം കൊണ്ടാണ്. ഇതുകൊണ്ട് ജ്വലനം കൊണ്ട് ഇങ്ങനെ ഊർജ്ജം പുറത്തു വരുന്ന ഇതൊക്കെ എന്താണ്, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു കൊണ്ടുവരാൻ വരുന്ന മെത്തേഡുകളാണ്. അതിനാൽ ഇന്ധനങ്ങളിലെ എന്ത് സ്രോതസ്സാണെന്ന് പറയാം, നമുക്ക് ഊർജ്ജ സ്രോതസ്സുകളാണെന്ന് പറയാം. ഇനി നമുക്ക് നമ്മൾ ഏറ്റവും അടുത്തറിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് ഇത്, ആഹാരം. ഞാൻ കഴിക്കുന്ന ആഹാരം എന്താണ്, ഒരു ഊർജ്ജ സ്രോതസ്സാണ്. അതും ശരിക്കും എന്താണ്, നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് അവിടുന്ന് ജ്വലനം, ഓക്സിജന്റെ സഹായത്തോടെ അതൊന്ന് വിഘടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഊർജ്ജം ലഭിക്കുന്നത്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിലുള്ള. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കാം. ഇനി നമുക്കിതിൽ അടുത്തത്, ഏതൊരു വസ്തുവും കത്താനും വായു ആവശ്യമാണ്. അപ്പോൾ ഇന്ധനങ്ങൾ കത്താനും വായു വേണം. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം, കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്നുള്ളത്. കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഒരു ഇന്ധനം കത്താൻ എന്ത് വേണം, നിർബന്ധമായിട്ട് ഓക്സിജന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ഒരു ഇന്ധനം കത്തും. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് നോക്കുക. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലോ, നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്, ആഹാരം ഓക്സിജനുമായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഊർജ്ജം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. അവിടെയും ഊർജ്ജം ഉണ്ടാകുമ്പോൾ ഏത് ഓക്സിജന്റെ സഹായത്തോടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആഹാരം പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് വേണ്ട ഊർജ്ജം ലഭ്യമാകുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. നമുക്കത് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ പെട്രോളിയം റിഫൈനറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രം നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പെട്രോളിയം, ഞാൻ പറഞ്ഞു പെട്രോളിയം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പെട്രോളിയം റിഫൈനറിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്,
പെട്രോളിയത്തിൽ നിന്നുള്ള ഡീസൽ, പെട്രോള്, ഇതുപോലെ മണ്ണെണ്ണ, അതൊക്കെ എന്താണ് വേർതിരിച്ചെടുക്കുന്നത് ഈ പെട്രോളിയം റിഫൈനറികളിൽ നിന്നാണ്. നമുക്ക് പെട്രോളിയം റിഫൈനറികൾ ഓൾറെഡി പഠിക്കാനുണ്ടാവും. നമുക്ക് ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ അല്ലാതെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിൽ അല്ലാതെ ഹയർ ക്ലാസ്സുകൾ വരുന്നുണ്ട് പെട്രോളിയം റിഫൈനറികളുടെ പേരുകളൊക്കെ ഇന്ത്യയിലുള്ള. അപ്പോൾ അതെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറയാതെ. അപ്പോൾ പെട്രോളിയം റിഫൈനറികളിലാണ് എന്ത് ചെയ്യുന്നത്, പെട്രോളിയത്തിൽ നിന്ന് ഡീസലും പെട്രോളും അതേപോലെ വേറെ സാധനങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്, പെട്രോളിയം റിഫൈനറികളിൽ വെച്ചിട്ടാണ്. ഇനിയാണ് അടുത്ത ചാപ്റ്ററിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും അതേപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. കൺവെൻഷണൽ, പാരമ്പര്യം, കൺവെൻഷണൽ. ഓക്കെ, ഇനി എന്താണ് അതെന്ന് നോക്കാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്താണെന്നുള്ളത്, ഏത് ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നതെന്ന് ചെയ്യാം നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് പറഞ്ഞൊരു പോയിന്റ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയിലെ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഭൂകമ്പം അതുപോലെ പല പ്രതിഭാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന പല ജന്തുക്കളുടെയും സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, ഈ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനുള്ള അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, പെട്രോളിയം ഉണ്ടാകുന്നത്. ഓക്കെ, ആ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. ഇനി സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, കൽക്കരി ഉണ്ടാകുന്നത്. ആ രണ്ട് പോയിന്റ് എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു നോക്കണം. പെട്രോളിയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. അതേപോലെ കൽക്കരി ഉണ്ടാകുന്നതിൽ നിന്നാണ്, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ആണ്. ഇനി ഇവ രണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നല്ല. കൽക്കരി ആണെങ്കിലും പെട്രോളിയം ആണെങ്കിലും നാം വിളിക്കുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഈ രണ്ടിനെ വിളിക്കുന്ന പേരാണിത് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയുണ്ട്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന് അടിയിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങൾ അതേപോലെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടായിട്ട് വരുന്നത്. ഇനി ഇത്തരം ഇന്ധനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തീർന്നു പോകും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും. കാരണം പിന്നെ അത് ഉണ്ടാവണമെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കണം. സോ നമ്മൾ എത്രത്തോളം മാക്സിമം പെട്ടെന്ന് ഉപയോഗിച്ച് തീർന്നു പോയോ പിന്നെ ഒരു കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെ ഇത് തീർന്നു പോകുന്നതാണ്. തീർന്നു പോകുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതായത് അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരേണ്ടതാണ്. നമുക്ക് പുനഃസ്ഥാപിച്ച് കൊണ്ടുവരാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റില്ല. ഇങ്ങനെയുള്ള ടൈപ്പ് ഇന്ധനങ്ങളാണ് നമ്മൾ എന്ത് പറയാം, പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുക. പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താ, അത് തീർന്നു പോകും. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടെ അത് തീർന്നു പോകും. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങളൊക്കെ ഏതിന് എക്സാമ്പിളാണ്, ഈ പാരമ്പര്യ ഇന്ധനങ്ങൾക്കുള്ള എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കണം. കേട്ടോ, ഈ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും മണ്ണെണ്ണ ആണെങ്കിലും ടാർ ആണെങ്കിലും LPG ആണെങ്കിലും ഒക്കെ ഇതിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, പെട്രോളിയത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇനി അതല്ലാതെ തന്നെ കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെട്രോളിയത്തിൽ നിന്ന് ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഓർത്തുക്കുക. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ നമ്മൾ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. അങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അത് പഠിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കുറേ കൂടി എളുപ്പമാണ് മനസ്സിലാക്കാൻ. സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവ നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, തീർന്നു പോകില്ല. ഒരിക്കലും അത് തീർന്നു പോകുന്നില്ല. ഇപ്പോൾ സൂര്യനുള്ള കാലത്തോളം എന്ത് ചെയ്യും, ആ സൗരോർജ്ജം നമുക്ക് കിട്ടും. കാറ്റും തിരമാലയൊക്കെ എന്ത് ചെയ്യുന്നു, ഭൂമിയിൽ തീർന്നു പോകാത്ത രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ എന്ത് ചെയ്യും, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അപ്പോൾ തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന പേരാണിത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സോഴ്സുകൾ പെടാത്ത രീതിയിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അതിലേതാണ് ഓരോന്നും അതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത്. ഇനി സൗരോർജ്ജത്തിൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ഇത് സോളാർ സെൽ. നിങ്ങൾക്ക് ഇവിടെ സോളാർ സെല്ലുകൾ കാണാം. സോളാർ പാനലിൽ ഉപയോഗിക്കുന്നതാണ് സോളാർ സെല്ലുകൾ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ സോളാർ തെരുവുകളൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ സോളാർ സെല്ലുകളാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സോളാർ സെല്ലിലെ എന്താണ് എനർജി കൺവേർഷൻ, സോളാർ സെല്ലിലെ
എനർജി എങ്ങനെയാണ് മാറി വരുന്നത്. അപ്പോൾ സൗരോർജ്ജം സോളാർ സെല്ലിൽ സംഭവിക്കുന്ന എന്താണ്, സൗരോർജ്ജത്തെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്, വൈദ്യുത ഊർജ്ജമാക്കിയിട്ടാണ് മാറ്റുന്നത്, സോളാർ സെല്ലിൽ മാറി വരുന്നത്. അപ്പോൾ അവയുടെ ഇത് നോക്ക്, സോളാർ സെല്ലുകളുടെ നിരയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സൗരോർജ്ജ പാനലുകൾ. അപ്പോൾ സോളാർ സെല്ലുകൾ നിരനിരയായിട്ട് വെച്ചാൽ അതെന്ത് ചെയ്യും, സൗരോർജ്ജ പാനലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തുക. ഇനി സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് ഇവ. അപ്പോൾ സോളാർ സെല്ല് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് ഇത്, സിലിക്കൺ. സിലിക്കൺ മാത്രമല്ല ജർമേനിയം കൂടി ഉണ്ട്. ജർമേനിയം കൂടി നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. സിലിക്കണും അതേപോലെ ജർമേനിയും എന്തിനു ഉപയോഗിക്കുന്നതാണ്, സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ്. ഓക്കെ, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതൊക്കെ എന്താണ്, ഈ സൗരോർജ്ജത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് സൗരോർജ്ജത്തിന് മാത്രമല്ല, നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി പാരമ്പര്യേത ഊർജ്ജ സോഴ്സിൽ പറഞ്ഞ ഏകദേശം എല്ലാത്തിനും എന്തില്ല, അത് മലിനീകരണം ഉണ്ടാക്കില്ല. അതേപോലെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യില്ല, തീർന്നു പോകില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തുകൊള്ളാം. ചെറിയ ചെറിയ പോയിന്റുകളാണെങ്കിലും എല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. ഇനി കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതിൽ ഒരു പോയിന്റ് പറഞ്ഞത്, കാറ്റിൻ്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങുന്നു. ആ കറങ്ങുന്ന കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ, ആ കറക്കം കൊണ്ട് ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുക, വൈദ്യുതി ഉണ്ടാക്കുക. അങ്ങനെയാണ് നമ്മൾ വൈദ്യുതി ഊർജ്ജം ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ പറയുകയാണ്. ഇനി അടുത്തത് ഭാവിയിലേക്ക് വിറക് ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഞാൻ അവിടെ ആ പോയിന്റ് അവിടെ വന്നപ്പോൾ ഒന്ന് നോട്ട് ചെയ്താണ്. വിറക് ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് തീർന്നു പോകും. മരങ്ങളാണല്ലോ, മരങ്ങൾ എത്രയും തീർന്ന് എന്ത് ചെയ്യും, നമുക്ക് കഴിഞ്ഞു പോകും. അപ്പോൾ അത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണെന്ന് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ആ പോയിന്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തുക. ഇനി ഊർജ്ജം ലാഭിക്കുന്നതിന് ഇവിടെ 3 ബൾബുകളുടെ കേസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 ബൾബുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെന്റ് ബൾബ്, പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റിന്റെ ഒരു ബൾബും കാണാം. പിന്നെ ഈ ഒരു ചിത്രത്തിൽ CFL ബൾബും കാണാം, CFL ബൾബ്. അപ്പോൾ ഇതിൽ രണ്ടിലും നല്ല വ്യത്യാസം ഉണ്ടല്ലേ. ഈ മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫിലമെന്റ് ബൾബിലാണെങ്കിൽ ലൈറ്റിനോടൊപ്പം നന്നായിട്ട് എന്ത് ചെയ്യും, താപോർജ്ജം കൂടി പുറത്തേക്ക് വരും, നല്ല ചൂടുണ്ടാവും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ. പക്ഷേ CFL ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവില്ല, ചൂട് വളരെ കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെന്താണ്, ഊർജ്ജം ലാഭിക്കുന്നതിന് CFL ആണ് നല്ലത്. കാരണം എന്താ, അതിൽ CFL എന്ത് ചെയ്തില്ല, താപോർജ്ജം വഴി നഷ്ടപ്പെട്ടു പോകുന്നില്ല ഊർജ്ജം. അതുകൊണ്ട് CFL ആണ് കൂടുതൽ കുറേ കൂടി ലാഭമായിട്ടുള്ളത്. ഇനി അടുത്ത കേസ് ആണെങ്കിലോ, കൂടുതൽ ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്ന LED ലാമ്പുകൾ എന്താണ്, ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതായത് LED അതിനുശേഷം വന്നതാണ് LED. അപ്പോൾ ഊർജ്ജ ലാഭത്തിൽ ഏറ്റവും ലാഭമുള്ളത് LED ആണ്, ഏറ്റവും ലാഭമുള്ളത് LED ആണ്. പിന്നെ LED കഴിച്ചിട്ട് പിന്നെ വരുവാണ് ഏത്, CFL. അതും കഴിഞ്ഞിട്ട് ഏറ്റവും ലാഭം ഇല്ലാത്തത് കേട്ടോ, ഊർജ്ജ ലാഭം കുറഞ്ഞതാണ് ഇത്, ഫിലമെന്റ് ബൾബുകൾ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും. അപ്പോൾ LED ആണ് ഏറ്റവും ലാഭമുള്ളത്. ഇപ്പോൾ LED മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. LED-ലൊന്നും ഒട്ടും ചൂടുണ്ടാവില്ല, നമുക്കത് എത്ര കത്തിച്ച് കഴിഞ്ഞാലും കൈകൊണ്ട് എന്ത് ചെയ്യുക, അത് നമുക്കത് മാറ്റിയിടാനൊക്കെ കൈകൊണ്ട് തൊടാൻ പോലും പറ്റുന്ന രീതിയിലേക്ക്, കാരണം താപം ഉണ്ടാക്കുന്നില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, പ്രകാശം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തു. ഇനി ഇതിൽ നോക്കി, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എപ്പോഴാണെന്നുള്ളത് ഡിസംബർ 14. അതും കൂടി ആ പോയിന്റ് കൂടി എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് നോക്കുക. അത്രയാണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾക്കറിയാം 5ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കേണ്ട സയൻസ് ആണല്ലോ. അപ്പോൾ പക്ഷേ ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി PSC ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നോക്കിക്കോളാം. ഇനി നമുക്ക് ഉണ്ടാവാം 5ലെ സയൻസിൻ്റെ പാർട്ട് 2ലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. പാർട്ട് 1 ഇവിടെ തുടങ്ങി ചെയ്തു.